ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ ത്രില്ലർ പോരാട്ടത്തിൽ 11 റൺസിനാണ് പഞ്ചാബ് കിങ്സ് ജയിച്ചു കയറിയത്. പുതിയ ടീമിനൊപ്പമുള്ള അരങ്ങേറ്റ മത്സരം നായകനായ ശ്രേയസ് അയ്യർ രാജകീയമാക്കി. അവസാന ഓവറുകളിൽ IPLലെ കന്നി സെഞ്ചുറി നേടാനുള്ള അവസരം ടീമിനായി വേണ്ടെന്ന് വെച്ച അയ്യരുടെ നല്ല മനസ്സിന് കൈയടിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ ആരാധകർ. മത്സരത്തിൽ 42 പന്തുകളിൽ നിന്ന് 9 സിക്സുകളും 5 ഫോറുകളുമായി 97 റൺസെടുത്ത് താരം പുറത്താകാതെ നിന്നു. പഞ്ചാബ് ഇന്നിംഗ്സിനിടെ 17-ാം ഓവറിനും 20-ാം ഓവറിനുമിടയിൽ താരം വെറും 4 പന്തുകൾ മാത്രമാണ് നേരിട്ടത്. നേടിയത് 4 റൺസും. 16 പന്തിൽ 44 റൺസ് അടിച്ചുകൂട്ടിയ ശശാങ്ക് സിംഗ് ആണ് അവസാന ഓവറുകളിലെ ഭൂരിഭാഗം പന്തുകളും കളിച്ചത്. 19 ഓവർ പൂർത്തിയാകുമ്പോൾ 97 റൺസുമായി നോൺ സ്ട്രൈക്കർ എൻഡിലായിരുന്നു ശ്രേയസ്. 3 റൺസ് അകലെയായിരുന്നു താരത്തിന് കന്നി സെഞ്ചുറിയിലേക്കുള്ള ദൂരം. എന്നാൽ സ്ട്രൈക്കിലുണ്ടായിരുന്ന ശശാങ്കിന് സിംഗിളിനായി ശ്രമിക്കരുതെന്നും പരമാവധി ബൗണ്ടറികൾ നേടാനുമാണ് താരം നിർദ്ദേശം നൽകിയത്. നായകന്റെ നിർദ്ദേശം അക്ഷരം പ്രതി അനുസരിച്ച ശശാങ്ക് സിംഗ് അവസാന ഓവറിൽ 5 ഫോറും 1 ഡബിളും അടക്കം നേടിയത് 23 റൺസാണ്. 2-ാം പന്തിൽ സിംഗിളോടി സ്ട്രൈക്ക് കൈമാറാൻ അവസരമുണ്ടായിട്ടും ഡബിളോടി പൂർത്തിയാക്കുകയാണ് ശ്രേയസ് അയ്യർ ചെയ്തത്. നിശ്ചിത 20 ഓവറിൽ പഞ്ചാബ് നേടിയത് 243 റൺസാണ്. എന്നാൽ സ്വന്തം സെഞ്ചുറി പോലും വേണ്ടെന്ന് വെച്ച ശ്രേയസിന്റെ ശരിക്കും വില അറിയണമെങ്കിൽ വിജയ് റൺ നോക്കിയാൽ മതി. മറുപടി ബാറ്റിംഗിൽ ഗുജറാത്ത് 20 ഓവറിൽ എടുത്തത് 232 റൺസാണ്. പഞ്ചാബിന്റെ ജയം 11 റൺസിന്. അവസാന ഓവറിൽ ശശാങ്ക് സിംഗ് നേടിയ 23 റൺസാണ് ടീമിന്റെ ജയത്തിൽ നിർണായകമായത്. ബാറ്റിംഗിന് ശേഷം ശശാങ്ക് തന്നെയാണ് ക്യാപ്റ്റന്റെ നിർദ്ദേശത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയത്. എന്റെ സെഞ്ചുറി മറന്നേക്കൂ, പരമാവധി ബൗണ്ടറികൾ നേടൂ എന്നാണ് ശ്രേയസ് നൽകിയ നിർദ്ദേശം. 16-ാം ഓവറിൽ 7-ാം നമ്പർ ബാറ്റുകാരനായി ഗ്രൗണ്ടിലെത്തിയ ശശാങ്ക് സിംഗ് മികച്ചൊരു ഫിനിഷറാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു. ശശാങ്ക് സിംഗ് പറഞ്ഞത് ഇങ്ങനെയാണ്: വളരെ സത്യസന്ധമായി പറയട്ടെ, ആദ്യ പന്ത് തൊട്ടേ അദ്ദേഹം പറഞ്ഞത് എന്റെ സെഞ്ചുറി മറന്നേക്കൂ, പന്ത് നോക്കി അടിച്ചോളൂ എന്നാണ് എന്ന് ശശാങ്ക് സിംഗ് മത്സരശേഷം പറഞ്ഞു.